ഹലോ, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിലെ വി ലുക്കപ്പ് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെപ്പോഴും മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും പലപ്പോഴും വി ലുക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവാം. വി ലുക്കപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ ലുക്കപ്പ്, അതായത് കോളം ബേസ്ഡ് ആയിട്ട് ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഡേറ്റകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡേറ്റാബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഡേറ്റകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഡേറ്റാബേസുകളിൽ റെക്കോർഡ്സ് ഉണ്ടാവാം, റെക്കോർഡുകളിൽ ഡേറ്റകളുണ്ടാവാം. എക്സാമ്പിളായിട്ട് നമുക്ക് എക്സാം റിസൾട്ട്, നമ്മളൊരു പർട്ടിക്കുലർ റോൾ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് ആ റോൾ നമ്പറിലുള്ള ആളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്പറിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളെയും വേർതിരിച്ചെടുക്കുക. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വി ലുക്കപ്പ് പോലെയുള്ള കമാൻഡുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനുകളെയാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ എക്സാമിൻ്റെ റിസൾട്ട് വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വി ലുക്കപ്പിനകത്ത് എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിംഗ് എന്താണോ അതേപോലത്തെ പ്രോഗ്രാമിംഗ് ലെവലിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ ആ ഡേറ്റകൾ കണ്ടുപിടിച്ച് തരുന്നത്. ഇവിടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ പലപ്പോഴും കൈകാര്യം ചെയ്യുന്ന സമയത്ത് ലാർജ് വോള്യൂം ഡേറ്റകളിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായവയെ കണ്ടുപിടിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ വളരെ എളുപ്പമാർഗ്ഗത്തിൽ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതേപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക, അവരോടും പറയുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക. എങ്കിൽ നമുക്ക് വി ലുക്കപ്പ് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ MS എക്സലിൽ വി ലുക്കപ്പിൻ്റെ ഒരു മാതൃക ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു കോളമുണ്ട്, നെയിമുണ്ട്, ടേം 1, ടേം 2, ടേം 3 ടോട്ടൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് തൊട്ട് മുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ കോളൻ നമ്പർ 1, കോളൻ നമ്പർ 2, 3 എന്നിങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തയ്യാറാക്കപ്പെടുന്ന ഈ ഡേറ്റാബേസിൽ നിന്ന് ഇതിപ്പോൾ കുറച്ച് ഡേറ്റകൾ മാത്രമേ ഞാൻ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് റോയിൽ കാണപ്പെടുന്ന പൂർണ്ണമായിട്ടുള്ള എല്ലാ കോളത്തിനെയും കൂടെ നമുക്കൊരു റെക്കോർഡെന്ന് വിളിക്കാൻ കഴിയും. തുടർന്ന് വരുന്ന ഓരോ റോയിലെയും ഓരോ റെക്കോർഡുകളാണ്. ആ റെക്കോർഡുകൾക്കുള്ളിൽ പലതരത്തിലുള്ള ഡേറ്റകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലത് പേരുകളാണ്, ചിലത് നമ്പറുകൾ രൂപത്തിലുള്ളതാണ്. അതേപോലെ തന്നെ അതിനകത്തൊരു ടോട്ടലായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഈ പറയുന്ന ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ഷീറ്റിൽ ഇതിൻ്റെ വിവരങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടി വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വി ലുക്കപ്പ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ഷീറ്റിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് നെയിം എന്ന് പറയുന്ന കോളത്തിൽ ആണ് സീരിയൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കോളങ്ങളിലേക്ക് വാല്യൂസ് നമുക്ക് ലിസ്റ്റ് ചെയ്യണം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈക്വൽ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുക. വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതുക. മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കറിയാം, ഫംഗ്ഷൻ ഈക്വൽ സിമ്പിൾ ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് നമ്മളൊരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ്റെ ആദ്യത്തെ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ ഈക്വൽ ടു വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഏത് സെല്ലിൽ നിന്ന് ഉള്ള ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണോ ബാക്കി ഡേറ്റകൾ വരേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. എനിക്ക് സീരിയൽ നമ്പറിനകത്ത് എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ ബേസ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണ് ബാക്കി വരേണ്ടത്. അതുകൊണ്ട് അതവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ കൊടുക്കുക. ഇനി നമ്മുടെ ഡേറ്റാബേസ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സെല്ലുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതൊരു ടേബിൾഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്രമീകരിക്കപ്പെടുന്നത്. അതിന് നമ്മൾ കോളത്തിൻ്റെ ലേബലുകളൊന്നും വേണ്ട,
ഡേറ്റകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടെ വരെയാണോ അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും കോമ കൊടുക്കുക. ഏത് കോളത്തിലെ ഡേറ്റയാണോ നമുക്ക് നെയിം എന്ന് പറയുന്ന കോളത്തിനകത്ത് വരേണ്ടത്. ഇവിടെ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി കോളം 1, കോളം 2, കോളം 3, കോളം 4, 5, 6 എന്നിങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡേറ്റാ ബേസ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ സെലക്ട് ചെയ്തതിനു ശേഷം കോമ കൊടുത്തതിന് ശേഷവും ഏത് കോളത്തിലുള്ള ഡേറ്റയാണോ വേണ്ടുന്നത് ആ കോളം നമ്പറാണ് കൊടുക്കേണ്ടത്. കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ നമ്മളവിടെ ക്രമീകരിക്കുക. അപ്പം കോളം 2 ആണ്, അതുകൊണ്ട് നമ്മളവിടെ 2 കൊടുക്കുക. അതിനുശേഷം കോമ കൊടുക്കുക. നമുക്കവിടെ 0 or 1 ക്രമീകരിക്കാൻ പറ്റും. 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ റെക്കോർഡുകളെ മാത്രം അല്ലെങ്കിൽ ഡേറ്റകളെ മാത്രമേ ക്രമീകരിക്കത്തുള്ളൂ. 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പറിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡിജിറ്റ് കൊടുത്താൽ അതൊരു തെറ്റായിട്ട് കൊടുത്താലും നമുക്ക് വാല്യൂസിനെ അവിടെ ക്രമീകരിക്കുന്നത് കാണാൻ കഴിയും ചില സന്ദർഭങ്ങളിൽ. എന്നാൽ 0 കൊടുക്കുകയാണെങ്കിൽ എക്സാക്റ്റ് നമ്പർ മാത്രമേ അവിടെ ക്രിയേറ്റ് ആക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നമ്മൾ 0 കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അമർത്തുക. കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത് നോ വാല്യൂ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എറർ വാല്യൂ ആണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ കിട്ടുന്ന ഹാഷ് സിമ്പലോടുകൂടി വരുന്ന സംഗതികളെല്ലാം എറർ വാല്യൂ ആണ്. നമ്മൾ എൻ്റർ ചെയ്ത ഫോർമുല തെറ്റാണെങ്കിൽ മാത്രമേ അങ്ങനെ വരികയുള്ളൂ. അല്ലെങ്കിൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന വാല്യൂസുകൾ നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് ഇവിടുന്ന് നമുക്ക് വന്നിരിക്കുന്ന ഈ സെല്ലിനകത്തുള്ള അതേ സെയിം ഫോർമുല തന്നെ തുടർന്നുള്ള കോളത്തിലേക്കും കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് വാല്യൂ ഇല്ലെന്നാണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീരിയൽ നമ്പർ എന്ന് പറയുന്ന കോളത്തിനകത്ത് അല്ലെങ്കിൽ ആ സെല്ലിനകത്ത് വാല്യൂ വന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്കുള്ള വാല്യൂ ക്രമീകരിക്കാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ S004 എന്ന് പറയുന്നത് സീരിയൽ നമ്പറിലുള്ള ആളുടെ വിവരങ്ങളെയാണ് ക്രമീകരിക്കേണ്ടത്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ വിവരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേ.